പ്രൈസ് ലോ കരുണാപ്രേമസിൻ്റെ ഉപവാസോത്സവമായ ഇന്ന് ചേർന്ന് ഉപസിക്കുകയും പ്രാർത്ഥന ചെയ്യുന്ന എല്ലാ പ്രാർത്ഥന സഹചാരികളായ സൗരസ്വന്മാർക്കും കർത്താവദാസന്മാർക്കും കരുണാപ്രേമസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 110ഓളം പ്രിയപ്പെട്ട പ്രാർത്ഥനാ സഹചാരികൾക്കുമെല്ലാം യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മെ ജോത്സമാധിയും വഴിനടത്തുവാണ്ടിയായി തീർന്നല്ലോ. ഇന്ന് രാവിലത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാപ്രവചനം 46-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഐ വിൽ ക്യാരി ആൻഡ് ഐ വിൽ ഡെലിവർ യു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ക്രിസ്തുലോ നമ്മളെ ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ, ചുമക്കു മാത്രമല്ല നമ്മളെ ചുമന്ന് വിടുവിക്കുവാൻ തക്കോണം മനസ്സുള്ളവനായ ഒരു വലിയവനായ ദൈവത്തെ ആണ് നാം സേവിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നമുക്ക് നമ്മുടേതായ ഭാരങ്ങൾ നമുക്ക് തുടർമാനം കൊണ്ടുപോകാൻ കഴിയാതെ, ആരോട് ഷെയർ ചെയ്യും എവിടെ ഇറക്കുമെന്നറിയാൻ പറ്റാതെ ഭാരപ്പെട്ട് വളരെ നെടുവീർപ്പോടെ കഴിയുന്ന നൂറുകൂട്ടം ജനങ്ങൾ ഉള്ള നൂറുകണക്കിന് ജനങ്ങൾ അങ്ങനെ ഭാരപ്പെടുമ്പോൾ, സ്തോത്രം, ഇത് കർത്താവ് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനോട്, യേശു അടുക്കൽ വരുന്ന ഒരു ദൈവത്തിൻ്റെ വചനോട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ ഭാരങ്ങളെ, സ്തോത്രം, നിന്നെ മാത്രമല്ല നിൻ്റെ ഭാരങ്ങളെ ഞാൻ ചുമക്കുകയും നിന്നെ വിടുവിക്കുകയും ചെയ്യുമെന്ന് ശക്തമായി ഓർപ്പിക്കുകയാണ്. യേശു കർത്താവിൻ്റെ പ്രസംഗങ്ങളിൽ വളരെ ശക്തമായി ജനിച്ച ഒരു വാക്യമാണ് മത്തായി 12-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ആഹ്വാനം ചെയ്ത ഒരു നേതാവ്, ഇങ്ങനെ ആഹ്വാനം ചെയ്ത ഒരു ദൈവം മറ്റൊരിടത്ത് നമുക്ക് കാണുന്നില്ല. സ്തോത്രം. കർത്താവിൻ്റെ തിരുവചനത്തിൽ വളരെ ശക്തമായ ദൈവശബ്ദമാണ്, ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുകയും. സ്തോത്രം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പല നിലയിൽ ഭാരങ്ങൾ ഉള്ളവരായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയാകുന്നു. സ്തോത്രം. 81-ാം സംഗീതകാരൻ പറയുന്നു, തോളിൽ നിന്ന് ചുമട് നീക്കി, തോളിൽ ഭാരമുള്ളവരായിട്ട്, കൈകളിൽ കൊട്ട വിട്ടൊഴിഞ്ഞു, കൈകളിൽ ഭാരമുള്ളവരായിട്ട്, തലയിൽ ഭാരമുള്ളവരായിട്ട്, ഹൃദയത്തിൽ ഭാരമുള്ളവരായിട്ട്, പല നിലയിൽ ഭാരപ്പെടുന്ന ഒത്തിരി വ്യക്തികളെ നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഭാരങ്ങൾ ചുമപ്പാൻ പറ്റാത്തതുകൊണ്ട് നിരാശ വളർന്നു എത്രയോ പ്രിയപ്പെട്ടവരാണ് ജീവിതത്തിൽ ആത്മഹത്യ പരിഹാര മാർഗമാക്കിയവരാണ്. പണമോ സൗന്ദര്യമോ ആൾബലമോ വാഹനങ്ങളോ വസ്തുവകളോ ഒന്നും ഒരു മനുഷ്യനെയും വിടുവിപ്പാൻ പറ്റാതിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾക്ക് വാർത്തകൾ കൂടി കേൾക്കുവാനിടയായി. കോടികൾ ആസ്തിയുള്ള ആ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഭാരമുണ്ടായപ്പോൾ അത് ഷെയർ ചെയ്യുവാനോ ആ ഭാരം ഇറക്കി വയ്ക്കുവാനോ ഈ നല്ലവനായ യേശുവിനെ വാസ്തവമായി രുചിച്ചറിയുവാൻ കഴിയാതെ പോയതുകൊണ്ട് അവൻ ജീവിതം തീർത്തും പരാജയമായി മാറുവാണ്ടിയായി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ ഭാരത്തെ ചുമക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായ, തയ്യാറുള്ളവനായ ഒരു വലിയവനായ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാരം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ആ ചുമടിനെ നീ ചുമന്നുകൊണ്ട് നടക്കാതെ, അത് തക്ക സമയത്ത് ദൈവത്തിന് ഇറക്കി വയ്ക്കുവാനായിട്ടിടയാകട്ടെ. 68-ാം സംഘത്തിൽ കാര്യങ്ങൾ വായിക്കുന്നു. 19-ാം വാക്യത്തിൽ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമെന്ന്. സ്തോത്രം. ഓരോ ദിവസവും നിന്റെ ഭാരം ചുമക്കുവാനായിട്ട് അവൻ മനസ്സുള്ളവനാണ്. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ നിന്റെ പാസ്റ്റർക്കോ സഭയ്ക്കോ എല്ലാ ദിവസവും നിന്റെ ഭാരം ചുമപ്പാൻ കഴിയാതെ വരും. ചിലപ്പോഴൊക്കെ അവർ നിന്നെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ ഭാരങ്ങളെ നാൾതോറും ചുമക്കുവാൻ മതിയായവനാണ്. സ്തോത്രം.
യശയ്യാപ്രവാചകൻ 46-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം 3-ാം വാക്യം, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരും നീ ഭൂമിയിൽ ഉരുവാകുന്ന സമയം തൊട്ട് നിന്നെ വഹിക്കുവാൻ, വീണ്ടും വായിക്കുന്നു, വാർദ്ധക്യം വരെ നരയ്ക്കും വരെ ഞാൻ നിന്നെ ചുമക്കുവാൻ, നിന്നെ ചുമന്ന് പിടിപ്പാൻ മനസ്സുള്ള ദൈവമാണ്. സ്തോത്രം. ആകയാൽ മനോഭാരമോ ശാരീരിക ഭാരമോ ഭൗതിക ഭാരമോ കടഭാരങ്ങളോ തലമുറ വിഷയമോ രോഗവിഷയമോ വസ്തുവിഷയമോ വാട്ടെവർ മേ ബി, ഏത് വിഷയത്തിൽ നീ ഭാരത്തോടായിരിക്കുന്നു എന്ന് നിൻ്റെ മനസ്സ് തോന്നിയാൽ ആ ഭാരങ്ങളെ നീ തന്നെ ചുമക്കാതെ ആ ഭാരങ്ങളെ യേശുവിൻ്റെ പാദത്തിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് നീയും തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ ഭാരങ്ങളെ ചുമക്കുക മാത്രമല്ല, ചുമന്ന് നിന്നെ വിടുവിക്കുവാനും കർത്താവ് മതിയാവൻ. ഐ വിൽ ക്യാരി യു ആൻഡ് ഐ വിൽ ക്യാരി ആൻഡ് ഐ വിൽ ഡെലിവർ യു എന്ന് വളരെ ശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് രാവിലെ ഓർപ്പിക്കുകയാണ്. ഈ ആഴ്ചയിൽ ചില ഭാരങ്ങൾ ചുമന്നു മാറുന്ന, ചില ഭാരങ്ങളെ ചുമന്ന് വിടുവിക്കുന്ന, ചില വിടുതലുകൾ അനുഭവിക്കുന്ന ആഴ്ചയായി ദൈവം മാറ്റാൻ പോകുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. എങ്ങനെയാണ് ഈ വലിയ ഭാരം എനിക്ക് തീർക്കാൻ പറ്റുന്ന ഓർത്ത് ഭാരപ്പെട്ട് നീ കുഴയേണ്ട ആവശ്യമില്ല. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വിട്ടുകൊടുക്കുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ്. ഹല്ലേലൂയ. കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് അപ്പോൺ ഹിം എന്നാണ് അവിടെ വായിക്കുന്നത്. ഐ വിൽ സസ്റ്റെയിൻ യു. നിന്റെ എല്ലാ ഭാരങ്ങളെയും യഹോവയുടെ വീട്ടിൽ കാസ്റ്റ് എറിയുക എന്നാണ്. വിശ്വാസത്തോട് നിന്റെ ഭാരങ്ങളെ ദിവസം ഇറക്കി വയ്ക്കുമെങ്കിൽ മാത്രമല്ല, വിശ്വാസം എറിയുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഭാരം പിടിക്കുന്നില്ല പറയും, ഞാൻ നിന്നെ പുലർത്തുമെന്നാണ്. എങ്ങനെ നിലനിൽക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന നിന്റെ അവസ്ഥയെ കർത്താവ് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ നിലനിർത്തും. ഐ വിൽ സസ്റ്റെയിൻ യു. നിന്റെ ഭാരം യഹോവയുടെ എറിഞ്ഞുകൊള്ളുക. വിശ്വാസത്തോടെ ഭാരവുമായിട്ട് കടന്നു വരിക. അതാണ് കർത്താവിന് പറയും, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാകുന്നു. യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ എത്ര ഭാരമുള്ള വിഷയമായാലും അത് നീങ്ങിപ്പോകാനായിട്ടിടയാകും. ഓരോ ആഴ്ചയിലും നമുക്ക് പുതിയ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഭാരങ്ങളെ നീ നിന്നെ ചുമക്കാനും സ്തോത്രം, നാൾതോതിൻ്റെ ഭാരങ്ങൾ ചുമപ്പാൻ മതിയായ കർത്താവിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സ്തോത്രം, ദൈവമേ എൻ്റെ ഭാരം ഞാൻ ഇത് ഇറക്കി വെക്കുകയാണ്, എനിക്ക് തന്നെ ചുമക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാരത്തിന് പരിഹാരം തരണമെന്ന് ഓർത്ത് ആ സമർപ്പണ വിശ്വാസത്തോടെ ഞാൻ സ്തോത്രം പ്രാർത്ഥിക്കുമെങ്കിൽ, സമർപ്പിക്കുമെങ്കിൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം ഉണ്ടെന്നുള്ളത് നിന്നെ അനുഭവത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഗർഭം മുതലും നീ ഉദരത്തിൽ ഉരുവാന സമയം തൊട്ട് നിന്റെ വാർദ്ധക്യം വരെ നീ നരയ്ക്കോടും നിന്നെ ചുമക്കാന്ന് പറഞ്ഞ ഒരു വലിയവനായ ദൈവം നിന്നോട് കൂടെ ഉണ്ടാകിയാൽ മനസ്സ് ഭാരമുള്ള വ്യക്തിയായി, ഹൃദയത്തിൽ ഭാരമുള്ള വ്യക്തിയായി, ശരീരത്തിൽ ഭാരമുള്ള വ്യക്തിയായിട്ട് നാളെ എങ്ങനെ, അടുത്ത ദിവസം എങ്ങനെ, അടുത്ത മാസം എങ്ങനെ ഓർത്ത് നീ വ്യാകുലപ്പെടാതെ ആ ഭാരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് സ്തോത്രം ചെയ്യുക. അബ്രഹാമിനെ പറ്റി അറിയാമല്ലോ. അദ്ദേഹം ദൈവത്തിൽ സംശയിക്കാതെ വിശ്വാസ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഓരോ ദിവസം മുന്നേറിയുകൊണ്ട് അവന് ഹല്ലേലൂയ വലിയ വാഗ്ദത്ത വിഷയം പ്രാപിപ്പാനായിട്ടിടയായ സ്തോത്രം. ഇന്ന് രാവിലെ വാഗ്ദത്ത വിഷയങ്ങൾ ലഭിക്കപ്പെടുവാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയായി നീ തുടർന്നുവെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നീ വിശ്വാസത്തോടുകൂടെ നിന്റെ പ്രാർത്ഥന വിഷയങ്ങളെ കർത്താവിൽ എറിയുക. വിശ്വാസം എറിയുക. ഒരു കാര്യം എറിയണമെങ്കിൽ അത് പിടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് വിശ്വസിച്ചുകൊണ്ട് ഭാരങ്ങളെ എറിയുക, ഭാരങ്ങളെ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ അത് നിന്നെ പുലർത്തുക മാത്രമല്ല, നിന്നെ വിടുവിക്കുന്ന ദൈവം എൻ്റെ ദൈവമെന്ന് വെളിപ്പെടുത്തുവാനായിരിക്കുക. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ സമയത്ത് കർത്താവ് ഭാരമുള്ളവരായിട്ട് കർത്താവിനെ കേൾക്കുന്ന ഓരോ സഹോദരിമാരും ഈ രാവിലെ വിടുവിക്കുവാൻ സ്വർഗീയയാകട്ടെ. ഈ ആഴ്ചയിൽ ചില ഭാരങ്ങൾ ആർക്കും പൊക്കുവാനോ നീക്കുവാനോ പറ്റാതെ ചില വർഷങ്ങളായി നിൽക്കുന്ന ചില ഭാരങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് അലിഞ്ഞു പോകുന്നതായിട്ട്, ഇന്ന് രാവിലെ തൊട്ട് നീങ്ങിപ്പോകുന്നതായിട്ട് നിന്റെ ജനം അനുഭവിപ്പാൻ കർത്താവ് കാരണമാക്കണമേ. കൊട്ട വിട്ടൊഴിക്കുന്ന പോലെ സ്തോത്രം, ആമേൻ, തോളിൽ നിന്ന് ചുമണ്ട് നീക്കുന്ന പോലെ, തലയിൽ നിന്ന് ഭാരം മാറുന്ന പോലെ ചില വിടുതലുകൾ ജനം ഇന്ന് രാവിലെ അനുഭവിക്കുന്ന ആത്മാവിൽ കത്ത് ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥനയാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.